കാശി. ഹായ്. അപ്പം ഇന്ന് എല്ലാവർക്കും ലീവുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മീൻകുഴി നന്നാക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. അഞ്ചേട്ട് ഇതാ മക്കളൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം അതിന്ന് മീൻ പിടിച്ചിട്ടുള്ളതാണ്. അപ്പം ഇപ്പം എന്താ അവസ്ഥ എന്നറിയില്ല, എത്ര മീനുണ്ടെന്നൊന്നും അറിയില്ല. അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ എല്ലാവർക്കും ലീവുള്ളൊരു ദിവസം തന്നെ ആക്കിയത്. പിന്നെ ഇതാ ഞങ്ങളൊരു മുറ്റം ചെയ്ത വീഡിയോ, മുറ്റം ചെയ്ത വീഡിയോ ഇട്ടിരുന്നു. അത് 1 മില്യണിൽ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ 1000-ൻ്റെ മേലെ കുറേ ആൾക്കാർ ഞങ്ങളോട് പല ഡൗട്ടും ചോദിച്ചിട്ടുണ്ട് മുറ്റത്തിനെ കുറിച്ച്. അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ചെയ്യും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും കൂടി മീൻകുഴീൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ. നമ്മൾ നന്നാക്കിയിട്ട് ഇപ്പോൾ ചുരുങ്ങിയതൊരു 5 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ വെള്ളമൊക്കെ ആകെ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും നമുക്ക് മീൻകുഴി അത്ര വലിയ മീൻകുഴി ഒന്നല്ല കേട്ടോ, ചെറിയൊരു മീൻകുഴിയാണ്. ഞങ്ങളത് വലുതാക്കണം വിചാരിച്ചിട്ടായിരുന്നു സിമെൻറ്റും കട്ടൊക്കെ ഇറക്കിയിരുന്നത്. പക്ഷേ അത് മുറ്റപ്പണി വന്നപ്പോൾ നമ്മൾ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടി എടുത്തു. ഇനി രണ്ടാമത് ഇറക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ ഇത് അതിൻ്റെ മേലെ വിറകും കാര്യമൊക്കെ ഇട്ട് എന്താ വെച്ചാൽ ഇതിലിങ്ങനെ ഓരോ കാക്കും കാര്യമൊക്കെ വന്നാണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ കൊത്തി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതിൻ്റെ മേലുള്ള എല്ലാ വിറകും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. അത് ഒഴിവാക്കിയപ്പോൾ താഴത്തേക്ക് വെള്ളത്തേക്ക് ഇതിന് കുറച്ച് കച്ചറകളായിട്ടൊക്കെ വീണിട്ടുണ്ട്. വെള്ളതാ ഈ കളറായിട്ടുണ്ട്. ഇതിൽ ഗപ്പീൻ്റെ കുട്ടികളും കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ കാശി. നമ്മളിവിടെ ഒരു ഗപ്പീൻ്റെ 3-4 ഐറ്റം ഗപ്പീനെ വളർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കുറച്ചൊക്കെ അവൻ ഇതിലേക്ക് ഇട്ടതാണ്. ഇവനാണ് കാശി. അപ്പോൾ അവനാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത്. നമ്മളിത് ഏകദേശമൊക്കെ അതിൻ്റെ മേലെയുള്ള എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ചണ്ടിയൊക്കെ ഇതിലേക്ക് വീണ്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ ഇതിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമുക്ക് മനസ്സിലായത് ഇതിൽ ചെറിയ ചെറിയ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് അത് നമ്മൾ വിചാരിച്ച അത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് വെള്ളം മാറ്റാൻ കഴിയൂല എന്ന് മനസ്സിലായി. ആദ്യം ഞങ്ങൾ എടുത്താണ്ട് ഒന്നായിട്ട് വെള്ളം മുക്കി ബക്കറ്റിൽ മുക്കിയാണ്ട് ഒന്നായിട്ട് നീട്ടി ഒഴിക്കുക ചെയ്തത്. പക്ഷേ നീട്ടി ഒഴിച്ചപ്പോഴാണ് താഴത്തൊരു മീൻ കിടന്ന് പിടയണ കണ്ട്, ചെറിയ മീൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് പെട്ടെന്നൊന്നും വെള്ളം മാറ്റാൻ കഴിയില്ല, കാരണം ഒന്നായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പോകും മീൻ്റെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ബക്കറ്റിലെടുത്ത് ആദ്യം തിരഞ്ഞെടുക്കാൻ വിചാരിച്ചു. പക്ഷേ അതിനൊക്കെ ഒരുപാട് ടൈം ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ ഒഴിച്ച് നോക്കി. ആദ്യം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ച് മീൻ പോണ കാണുന്നുണ്ടോ നോക്കി. പക്ഷെ അങ്ങനെ നമുക്ക് ചെറിയ മീനിനാണ്ട് പിടിക്കാൻ കഴിയണില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് നെറ്റ് എടുക്കാൻ പോണ വഴിക്ക് ഇതായ കോഴിക്കൂടാണ് ഇട്ടത്. കോഴിനൊക്കെ അമ്മ വിട്ടിട്ടുണ്ട്. കുറച്ച് കോഴികൾ ഇവിടെ തീറ്റുന്നുണ്ട്, ബാക്കി എങ്ങോട്ടോ പോയിട്ടുണ്ട്. അങ്ങനെ നെറ്റ് എടുക്കാൻ പോയപ്പോൾ അച്ഛനോട് ഞങ്ങൾ വരാൻ പറഞ്ഞ്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു എന്താ അച്ഛൻ സംസാരിക്കാത്തതെന്ന് കേട്ടോ. അച്ഛൻ പ്രത്യേകിച്ചൊന്നുമില്ല, അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എല്ലാത്തിനും ഒപ്പം ഉണ്ടാവലുണ്ട്. സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞപ്പോൾ ഈ എടുത്തോ, ഞാൻ എന്തിനാണ് സംസാരിക്കുന്നതെന്നൊക്കെ അച്ഛൻ പറയുന്നത്. അങ്ങനെ അച്ഛൻ ഇവിടെ പശുവിനെ കഴിച്ച് കെട്ടുക, അതേപോലെ പശുവിനെ കുളിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അച്ഛനൊക്കെ ലീവ് ആയതുകൊണ്ട് പശുവിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അങ്ങനെ നമ്മളിതാ നെറ്റിന് വേണ്ടി നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നെറ്റായിട്ട് ഞാൻ വരണ്ട്, നിങ്ങളപ്പോഴേക്കിന് അവിടെ ബക്കറ്റും കാര്യമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോളി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നപ്പോൾ ഇതാ അച്ഛമ്മേനെ കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മ എന്താ വീഡിയോയിലൊന്നും അധികം ഇല്ലാത്തത്. അച്ഛമ്മയ്ക്ക് പൊതുവേ മടിയാണ് വീഡിയോയ്ക്ക് വരാൻ. പിന്നെ മാത്രമല്ല ഒരു ആൾ കമൻറ്റ് ചെയ്തിരുന്നു അച്ഛമ്മ എന്താ ഫുഡ് കഴിക്കുമ്പോൾ കോണിപ്പടിയുമ്പോൾ ഇരിക്കണമെന്ന്. അത് അച്ഛമ്മയ്ക്ക് ചെയറിൽ ഇരിക്കുമ്പോൾ ഊരയ്ക്ക് വേദന ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛമ്മ അവിടെ അച്ഛമ്മയ്ക്ക് അവിടെ ഇരിക്കുന്ന സുഖം. അങ്ങനെ അച്ഛമ്മ ആടിനെ കെട്ടി വെള്ളമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛനെ എത്തിയിട്ടുണ്ട്. അച്ഛൻ നെറ്റ് ഈ നെറ്റ് തന്നെ കൊതുക് വലയല്ലേ നമ്മൾ ഈ ബെഡിനൊക്കെ ഇടുന്നത്, ആ ഒരു നെറ്റാണ് കേട്ടോ. അപ്പോൾ അത് കെട്ടിയാൽ നമ്മൾ കുട്ടികളെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളത് കെട്ടുന്നത്. അതൊരു സൈഡ് ഒരു മരത്തുമ്പോൾ കെട്ടിയിട്ട് മറ്റേ സൈഡ് ഞാൻ പിടിച്ചിട്ടാണ് അതിലേക്ക് അച്ഛൻ വെള്ളം മുക്കി ഒഴിക്കുക ചെയ്യട്ടെ. പക്ഷെ അങ്ങനെ മുക്കി ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടി, കൊതുക് വലേൻ്റെ ഉള്ളിൽ കൂടി ചെറിയ ചെറിയ മീൻ പോകാൻ അത്രയും ചെറിയ മീനുകളുണ്ട്. അപ്പോൾ അതൊരു അത്രയ്ക്ക് സക്സസ് ആയിട്ടല്ല നമുക്ക് തോന്നിയത്. കാരണം ചെറിയ മീനൊക്കെ ഇതിൽ 2 ലെയർ ആക്കിയിട്ട് പോലും അടിയിൽ പോകുക, അല്ലെങ്കിൽ ആ നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് നമുക്ക് ജീവനോടെ കിട്ടാത്ത പോലെയൊക്കെ ആയി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് താഴത്തെ അമ്മായി പറഞ്ഞു ഗപ്പീനെ എടുക്കുന്ന ചെറിയ നെറ്റുണ്ട്, അപ്പോൾ അതിലൂടെ വെച്ചോളിന്ന്. അപ്പം അമ്മായി അത് കൊണ്ടുപോകാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്നും കൂടി ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ ഒഴിക്കാൻ വിചാരിച്ചു. അതുവരെ ഞങ്ങൾ ഈ നെറ്റ് കുടുങ്ങിയ ചെറിയ ചെറിയ മീനിനൊക്കെ എടുത്താണ്ട് വേറെ ബക്കറ്റിലേക്ക് വെക്കാൻ കേട്ടോ. വലിയ മീനുകളൊന്നും ഇങ്ങനെ മുക്കി വയ്ക്കുമ്പോൾ കിട്ടൂല, കാരണം അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും. പക്ഷെ ചെറുതൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഗപ്പീൻ്റെ കുട്ടിയാണ് എന്നിട്ട്. കാരണം മറ്റേ നെറ്ററിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റൗണ്ടായിട്ടാണ് വരിക. അത് ചെറിയ മീൻ ഗപ്പീൻ്റെതാണ്.
അപ്പോൾ ഞങ്ങളിത് ഏകദേശം ഇതൊക്കെ മാറ്റി വെക്കുന്ന സമയമായപ്പോഴേക്കും അമ്മായി ചെറിയ നെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് പറ്റ നൈസായിട്ടുള്ള നെറ്റ്. ഇതിലൂടെ എന്തായാലും ചെറിയ മീനുകളൊന്നും പോകില്ല, കാരണം ഗപ്പിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള നെറ്റാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചാണ്ടാണ് നമ്മൾ ബാക്കി മീനിനെയൊക്കെ പിടിക്കുന്നത്. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നീട്ടി ഒഴിക്കാനൊന്നും പറ്റില്ല, പക്ഷേ വെള്ളം എത്ര വേണമെങ്കിലും പെട്ടെന്ന് ഒഴിക്കുക. അതിലേക്ക് മീൻ കുടുങ്ങണമുണ്ട്. അങ്ങനെ ഇതിലേക്ക് കുടുങ്ങിയ മീനുകളൊക്കെ ഞങ്ങൾ വേറൊരു ബക്കറ്റിലാക്കി, ചെറുതാക്കിയുള്ള ഒരു ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ച് ഇതാക്കണ്ട. ഒരു സിലോപ്പിൻ്റെ കുട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലത്തെ ഇതിൻ്റെ പകുതി ആയിട്ടുള്ള മീനിനെയാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ടിരുന്നത്. അത് വലുതായി പിന്നെ അതിൻ്റെ കുട്ടികളുണ്ടായതൊക്കെയാണ് ഇട്ടത്. വെള്ളം ഒരുവിധം വറ്റിയപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ച് നോക്കിയപ്പോൾ ചെറിയ ചെറിയ മീനുകളെ കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത്ര വലിപ്പമുള്ള മീനുകൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. കാരണം കുറേ വട്ടം പിടിച്ചതൊക്കെ അല്ലേ, പിന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കലുമില്ല. പിന്നെ നമ്മൾ താഴ്ത്തി ഒന്ന് അരിച്ചപ്പോൾ കുറച്ച് അത്യാവശ്യം വലിയ മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ്. അങ്ങനെ വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് പാകം ചെയ്യാനായിട്ടുള്ള വലിപ്പമൊന്നും എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത വലിപ്പത്തിലുള്ള മീനുകളൊക്കെ കിട്ടി. ഇതൊക്കെയാണ് ആ മീനുകൾ. ഇത് മാത്രമല്ല ഇനി അതിലുണ്ട്. ഇതുപോലത്തെ മീനിനൊക്കെ നമ്മൾ സാധാരണ തീറ്റകൾ കൊടുക്കലുള്ളൂ കേട്ടോ. അങ്ങനെ ഹൈ ആയിട്ട് ലെവലിലുള്ള തീറ്റകളൊന്നും കൊടുക്കലില്ല. അതുകൊണ്ട് തന്നെയാണ് മീനുകൾ പെട്ടെന്ന് വലുതാവാത്ത കേട്ടോ. നിങ്ങൾക്കൊക്കെ മീനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല തീറ്റേനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നമ്മളോട് വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലിട്ട് അറിയിക്കണം കേട്ടോ. നമുക്ക് ഇനി അതൊക്കെ ഇട്ട് തുടങ്ങാമല്ലോ. അതുപോലെ മീനിൻ്റെ കുഴി ഞങ്ങൾ ഒന്നും കൂടി നന്നാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യം പ്ലാൻ ചെയ്ത് പാളി ഇനി ഒന്നും കൂടി നോക്കണം. ഇതൊക്കെയാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടിയ മീനും കാര്യമൊക്കെ. ഇതാക്കണേ ഒരു സിലോപ്പിൻ്റെ കുട്ടി, ഇതാക്കണ ഒരു പരന്ന് ചെറിയൊരു കുട്ടി. അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ അതിലുണ്ട്. ഇതൊന്നും ഞങ്ങൾ കൊണ്ടുപോയിട്ടല്ല കേട്ടോ, അതൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മീനിന് മാക്സിമം ചെറിയ മീനിനെയൊക്കെ അച്ചു മറ്റേക്ക് മാറ്റി നിൽക്കട്ടെ. അപ്പോഴാണ് മോള് എണീറ്റാണ്ട് കരയുണ്ട്, അച്ഛനെ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വന്നതാണ്. അപ്പോൾ മോള് വന്നു. മോൾക്ക് വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ സന്തോഷം വേറെ ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇറക്കണമൊന്നും ഇല്ല. അപ്പോൾ മോൾക്ക് മീനിനൊക്കെ കാണിക്കാൻ കേട്ടോ. മീനിനെ കണ്ടിട്ട് ഫസ്റ്റ് ഒന്നും അവൾ പേടിച്ചു, പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് മോൾക്കുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഏകദേശം കഴിഞ്ഞ് താഴത്തുള്ള വെള്ളമൊക്കെ നമ്മൾ ഓവറായിട്ട് ഇത് ദാർപ്പായ വെച്ചാണ് ചെയ്തതായതുകൊണ്ട് തന്നെ ഓവറായിട്ട് നമുക്കിത് അതുകൊണ്ട് മുക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് കുറച്ചൊക്കെ കൈ കൊണ്ടൊക്കെ ഒപ്പിയൊക്കെ എടുത്തതാണ്. അങ്ങനെ ബാക്കിയുള്ള മീനുകളൊക്കെ ഒരു പാത്രത്തേക്ക് എടുത്താണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ പച്ച കളർ പോകുന്ന രീതിക്ക് ആവാൻ കഴിയണില്ല. കുറേ ഉരച്ചിട്ടൊക്കെ, പിന്നെ ഓവർ ഉരച്ച് കഴിഞ്ഞാൽ പായ കീറും ചെയ്യും. അങ്ങനെ നമ്മൾ ഏകദേശം ആയി കഴിഞ്ഞു. പിന്നെ ഒന്ന് വാഷ് ചെയ്താണ്ട് അതിലേക്ക് വെള്ളം നിറയ്ക്കാനാണ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഈ പച്ചപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ, പച്ചപ്പ് മാറിയിട്ട് കാര്യമില്ല, കാരണം പെട്ടെന്ന് വീണ്ടും പച്ചപ്പ് വരും. അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ കഴുകി കഴിഞ്ഞ് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം നിറയണ വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം ഏകദേശം നിറയാൻ തുടങ്ങുന്ന സമയത്ത് കാശി പറയുന്നുണ്ട് ഞാൻ അതിൽ എനിക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴുകി കഴിഞ്ഞ് വെള്ളം നിറയ്ക്കുകയാണ് അതിൽ. പിന്നെ മീനൊക്കെ അച്ഛന് നല്ല വെള്ളത്തേക്ക് ആക്കിയെടുക്കുകയാണ്. കാരണം മറ്റേ വെള്ളം ഒഴിവാക്കാൻ പറ്റില്ല, ചെറിയ മീനുകളുള്ളതുകൊണ്ട്. പക്ഷേ നമുക്ക് മാക്സിമം ചണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് മീനുകളൊക്കെ ഇങ്ങനെ പിടിച്ച് മാറ്റിയിടുകയാണ്. നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് ഇറക്കിയുന്ന മീൻ എന്ന് പറയാൻ എങ്ങനെ ഒരു എന്താ പറയുക, ചെറിയ മീനായിരുന്നു. ഇപ്പോൾ ഇത് അച്ഛൻ്റെ കയ്യിലുള്ള ഈ മീനിൻ്റെ ഒരു രണ്ടിലൊരു ഭാഗമായിട്ടൊക്കെ വരുന്ന രീതിക്കാണ് മീൻ ഉണ്ടായിരുന്നത്. ഇതിനും ചെറിയ മീനായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയിട്ടിരുന്നത്. അത് 3 വട്ടം ഞങ്ങൾ വലുതായി പിടിച്ച അതിൻ്റെ കുട്ടികളാണ് ഇതൊക്കെ. അങ്ങനെ ഏകദേശം ഇപ്പോൾ മീനെല്ലാം നമ്മൾ ഇതിലേക്ക് ചെറുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള ചെണ്ടയൊക്കെ വേറെ ബക്കറ്റൊക്കെ ആക്കിയിട്ട് മീനുകൾ ഇതുപോലെ ആ നെറ്റിൽ പിടിച്ചിട്ട് നേരെ ഇത് നമ്മൾ നല്ല വെള്ളത്തേക്ക് ചെരിയ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്നായിട്ട് നമ്മൾ കുളത്തേക്ക് തന്നെ രണ്ടാമത് ഇട്ട്. ഇനി ഇപ്പോഴൊന്നും വെള്ളം മാറ്റൽ ഉണ്ടാവില്ല, ഇതൊന്നും കൂടി ബെറ്ററാക്കി ചെയ്യണം എന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇനി ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ സിമെൻറ്റ് കട്ടുകൊണ്ടൊക്കെ പടുത്തുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഏകദേശം വേണ്ടത്ര വെള്ളമായി തുടങ്ങി. അപ്പോൾ കാശി അതിലൊന്ന് ഇറങ്ങി കുളിക്കാൻ നോക്കുകയാണ് കേട്ടോ. അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളം ഫില്ല് ചെയ്തു, ആവശ്യത്തിനുള്ള വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നെറ്റൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ച് നിന്നിട്ടാ. പിന്നെ എന്നും രാവിലെ അച്ഛമ്മയാണ് കേട്ടോ മീന് തീറ്റ കൊടുക്കൽ. ഇന്ന് വെള്ളം മാറ്റുന്നതുകൊണ്ട് തന്നെ മാറ്റി കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലൈറ്റ് ആയത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മീൻകുഴിൻ്റെ വെള്ളം മാറ്റുന്ന വീഡിയോ. പിന്നെ ഈ വീഡിയോയിൽ അമ്മ അധികം ഇല്ല കേട്ടോ, കാരണം അമ്മ അടുക്കളത്തെ രാവിലെ തന്നെ ആയതുകൊണ്ട് അടുക്കളത്തെ പണിയൊക്കെ ഇന്ന് അമ്മയാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അമ്മയ്ക്കൊരു പണിയും കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും മീൻകുഴിൻ്റെ അടുത്തായതുകൊണ്ട് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ജാക്കീനെ ഒന്ന് കൂട്ടുന്ന പുറത്ത് കിട്ടാൻ. ജാക്കി എന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടിലെ വളർത്തുനായാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കൂട്ടിലുള്ള ആളാണ് നമ്മുടെ ജാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകൾ നമുക്ക് ചെയ്യാനുള്ള എല്ലാ ഒരു സപ്പോർട്ടും നിങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് എല്ലാവരോടും വളരെയധികം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഞങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളിതിൽ മാറ്റി മാറ്റി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളോട് കമൻ്റായിട്ട് ചോദിക്കുക. ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മറുപടി തരുന്നതാവും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ അത് എല്ലാവർക്കും ബൈ.